ഹായ് നമസ്കാരം, അഭിലാഷ് ഏട്ടയാണ്. നിഷ, ബേസിലിൻ്റെ ഒരുപാട് പടങ്ങൾ നിഷ കണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം എന്താ നമ്മുടെ പ്രാവിൻകൂട് ഷാപ്പ് കണ്ടു, അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്. പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽ ചെയ്യണ ഞാൻ കണ്ടില്ല. പക്ഷെ ഇന്ന് എന്തോ ബേസിലിൻ്റെ പടം കണ്ടപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്താണ് സംഭവം? പൊന്മാൻ പൊന്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു കല്യാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ്. സ്ത്രീധനത്തിന്റെ പേരിലുള്ളതും തീരെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെ വരുമ്പോ ഏതായാലും നല്ല അടിപൊളിയായിട്ട് ബേസിന്റെ കഥാപാത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ കണ്ണ് നിറഞ്ഞു പോയി. കാരണം സത്യം പറഞ്ഞു, കാരണം പിന്നെ അത് മാത്രമല്ല, നമ്മള് കൊല്ലത്താണ് ഇത് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൊല്ലത്തുള്ള നമ്മുടെ കുറച്ച് ചങ്കുകൾ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഈ വെബ് സീരീസിലൂടെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേര് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കൊല്ലം, അതായത് കായൽ അതൊക്കെ കാണിച്ചു. പിന്നെ കൊല്ലത്തുള്ള ഒരു ഗ്രാമങ്ങളൊക്കെ കാണിച്ചു. അടിപൊളി. കാരണം എന്ന് വെച്ചാൽ കൊല്ലത്തുനിന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു മിമിക്രിക്കാരൻ കൊല്ലം സിറാജിക്കായൊക്കെ ഉണ്ട്. പിന്നെ എന്നെ നായകനായിട്ടൊരു പടം ചെയ്ത മാസ്റ്റർ മനാഫാദിനാണ്, അവരൊക്കെ കൊല്ലംകാരാണ്. അപ്പോൾ എന്തായാലും നല്ല സിനിമ. അതുപോലെ അമ്പാൻ വേറെ ലെവലായിപ്പോയി. അമ്പാൻ്റെ ആ ക്യാരക്ടർ നമുക്ക് സത്യം പറഞ്ഞാൽ ആ ക്യാരക്ടറിൽ നിന്നും മാറിയിട്ടില്ല. പുള്ളി ജീവിച്ചേക്കുവാണ് അല്ലേ ഒരു കഥാപാത്രം. അമ്പാൻ്റെ രോമാഞ്ചമാണെങ്കിലും ആവേശമാണെങ്കിലും നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ വേഷം സമ്മാനിച്ച ആളാണ് അമ്പാൻ. ഇതിൽ വേറെ ലെവലാണ്. പിന്നെ ബേസിൽ നിന്ന് കണ്ണ് നിറയിച്ച് കളഞ്ഞു പുള്ളിയുടെ കഥാപാത്രം. നല്ല കണ്ണ് നിറഞ്ഞാൽ കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്മാൻ സിനിമ ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അയ്യേ എന്ന് പറയേണ്ട അർത്ഥമില്ല. കാരണം പൊന്മാനെന്ന് കണ്ടു നോക്കുന്നവർക്കറിയാം. കാരണം പേര് പോലെയല്ല, നല്ല രസമാണ് അല്ലേ. അല്ല, അങ്ങേന്ന് പറഞ്ഞാൽ ചിലവർ കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ശരി, എവിടെ കണ്ണ് നിറഞ്ഞു എന്ന് ചോദിക്കും. അല്ല, അതിനകത്ത് അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റ്, നായികയുടെ അമ്മയുടെ അഭിനയിച്ച ചേച്ചി, അതുപോലെ തന്നെ ബേസില് അമ്പാൻ, പിന്നെ നമ്മുടെ മഹേഷ പ്രതികാരത്തിലെ പെങ്കൊച്ച്, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീര ഡയറക്ഷൻ, ക്യാമറ വർക്ക് എല്ലാം അടിപൊളിയായിട്ടോ. എന്തായാലും ഇതുപോലെ സിനിമകൾ ബേസിൽ ചെയ്യട്ടെ. അതിന് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. നിഷ ഇടിക്കയുടെ അഭിലാഷ് ആട്ടെ ഇതിൽ. ഓക്കെ, പൊന്മാൻ അടിപൊളി.